കൊച്ചി കളമശ്ശേരി നഗരസഭ ഉദ്യോഗസ്ഥർക്ക് കൂട്ട ഡെങ്കിപ്പനി. മുനിസിപ്പാലിറ്റിയിലെ സൂപ്രണ്ട് അടക്കം 6 ഉദ്യോഗസ്ഥർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലാണ്. അതേസമയം നഗരസഭയിലെ പല വാർഡുകളിലും ഡെങ്കി കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സുധേഷ് ഗോപാൽ ചേരുന്നു. സുധേഷ്, എന്താണ് കൂടുതൽ വിവരം? പകർച്ചവ്യാധി വലിയ രീതിയിൽ എറണാകുളം ജില്ലയിൽ ഒട്ടാകെ തന്നെ ഭീഷണി പരത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ അവസാനം കളമശ്ശേരിയിലാണ് ഇപ്പോൾ 5 കളമശ്ശേരി നഗരസഭയിലെ 5 ജീവനക്കാർക്ക് തന്നെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിൽ നിരവധി പേർക്കും ഡെങ്കിപ്പനി ഉള്ളതായി അറിയുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിലും മറ്റും വന്ന പാളിച്ച വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നത് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കാരണം കൊതുകിലൂടെയാണ് ഡെങ്കിപ്പനി പകരുന്നത്. അത്തരം കൊതുകിന് വളരാൻ സാധിക്കുന്ന സാഹചര്യം അത് ഒഴിവാക്കുന്നതിൽ വലിയ രീതിയിലുള്ള പാളിച്ച, ഓടകളിലും മറ്റും ശുചീകരണം നടത്തുന്നതിലടക്കമുള്ള പാളിച്ചകൾ ഈ രോഗബാധയ്ക്ക് കാരണമായി എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഏറെ ആശങ്കാജനകമായ രീതിയിൽ തന്നെയാണ് നിരവധി പേർ ഈ നഗരസഭയിൽ ജോലിക്കാരായിട്ടുള്ളവർ രോഗലക്ഷണങ്ങളുമായി താമസിക്കുന്നുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവതരമായി തന്നെ ഇതിനെ കണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നതും ജോലി. അത് മാത്രമല്ല, ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതോടെ കൂടുതൽ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് എത്തും. സുധേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴക്കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത്തരത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം ഡെങ്കിപ്പനിയും മറ്റു പകർച്ചവ്യാധികളും ഒക്കെ പടർന്നു പിടിക്കുകയാണെങ്കിൽ ഇത് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രതികൂലമായ ഒരു സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക? ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇപ്പോഴും രോഗികളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അത് എത്രത്തോളം അതൊരു മരണത്തിലേക്ക് പോലും പോകാനുള്ള സാധ്യതയുള്ള ഒരു രോഗമായി തന്നെയാണ് ഡെങ്കിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ അടിയന്തരമായ നടപടികളാണ് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 5 ജീവനക്കാർക്ക് രോഗമുണ്ട് എന്ന് പറയുമ്പോൾ അതിലധികം പേർ രോഗലക്ഷണങ്ങളുമായുണ്ട്. അതിന്റെയൊക്കെ പരിശോധനാ ഫലങ്ങൾ വരുന്നതോടുകൂടി ഈ രോഗികളുടെ എണ്ണം വർദ്ധിക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നതും രോഗി. ശരി, സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.